ചേച്ചി ചീത്ത. അപ്പൊ നമ്മുടെ കഴിവാണ് ഇതിനകത്ത് കാണാൻ പോകുന്നത്. ഇതായിരുന്നു എന്റെ റെഫറൻസ്. നിങ്ങൾ പറയണം ഞങ്ങള് മനസ്സിൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ കമ്മലിയാണെല്ലാം പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടോ അത്രയും പറഞ്ഞത്. ഓക്കെ, അതിനിടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിർത്തേക്ക് എഴുതിയായിരുന്നു. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പോട്രി സെഷനാണ്. ആക്ച്വലി പോട്രി മേക്കിംഗ് അല്ല, പോട്രി പെയിൻറ്റിങ് സെഷന്. ഇതൊരു 45 മിനിറ്റ്സിൻ്റെ ഒരു സെഷനാണ്. ക്ലേറ്റോപ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ബാക്കി പറയാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ക്ലേറ്റോപ്പിയ എന്ന് പറയുന്ന ആർട്ട് സ്റ്റുഡിയോയിൽ വന്നേക്കാണ്. അപ്പോൾ ഞങ്ങളെന്ന് വിചാരിച്ചു ഈ പോട്രി പെയിൻറ്റിങ്, അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ പ്ലേറ്റിലാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഡിസൈനൊക്കെ തപ്പി വെച്ചിട്ടുണ്ട്. ലക്ഷ്മി ഈ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ചൊരു ഫ്ലോറൽ, എനിക്കിങ്ങനെ പ്രത്യേകിച്ച് മൈൻഡൊന്നും ഇല്ല, ഞാൻ ഫ്ലോറൽ റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡയറക്റ്റ് അങ്ങ് പെയിൻറ്റ് കൊണ്ട് തുടങ്ങിയാലോ? പക്ഷെ പെയിന്റ് അടിച്ച പിന്നെ ഇതിന്റെ മണ്ടയിൽ വരയ്ക്കാൻ പറ്റില്ലേ? അത് ഉണങ്ങണ വരെ നിങ്ങളിത് മൊത്തം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും കാണിക്കും. അതെ, അത് വെറും ഒന്നും പറയില്ല. നമുക്ക് കമ്പയർ ചെയ്യാം. രണ്ടുപേരുടെ ഒരേപോലത്തെ സാധനം വരും. തിരിച്ചിലേക്ക് ചേച്ചി പെയിന്റ് തന്ന് ഇതുകൊണ്ട് പോയി. ഇതായിരുന്നു എന്റെ റെഫറൻസ്. എന്റെ ഇപ്പൊ തീരും. പെയിന്റ് ചെയ്തിട്ടേ നമുക്ക് ആകെ 45 മിനിറ്റ്സുള്ള എൻ്റെ ഒരു നിഗമനം വെച്ച് അതിപ്പോൾ തീരും. ഓക്കെ, റെഡും വെള്ളയും കൂടി പിങ്ക് ആൻഡ് വൈറ്റ്. ബ്രഷ് ഒന്നും ഇങ്ങനെ കൂർപ്പിച്ച് ഇത് രസമുണ്ട്. എന്റെ കൊമ്പൊന്നുകൂടി ശരിയായി. ഞാൻ ഈ പ്ലേറ്റ് മൊത്തം ഇനി അങ്ങനെ ചെയ്യുമ്പോൾ അലംഭാവം ഉണ്ടാവും. നിങ്ങൾ പറയണം ഞങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ എനിക്ക് ഹേറ്റേഴ്സ് കുറച്ച് കൂടുതലാ. ഇഷ്ടമല്ല ആളുകൾക്ക്. ചിരിപ്പിക്കുന്നതിന്റെ പൂവിന്റെ അതൊക്കെ തെറ്റണോ? ഇംപെർഫെക്ഷൻസ് ആണ് പെർഫെക്ഷൻസ്. എനിക്ക് 2 പൂ വരച്ചോ കേട്ടോ. ഇങ്ങോട്ട് നോക്കൂ. Say 2 words about your artwork. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് പറയാമോ? മിസ്റ്റേക്ക്. തീരാമല്ല എനിക്ക് തോന്നണ നല്ലല്ലോ. അതെ, ഈ മറ്റേ ചിലരൊക്കെ ഉണ്ടാവില്ലേ ഭയങ്കര നല്ലതായിട്ട് നീ നല്ല സുന്ദരി. സുന്ദരത്തിന് കാര്യം പറഞ്ഞില്ല. പക്ഷെ ഇത് ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെ തന്നിരിക്കും.
ഈ നല്ല ഡിസൈൻ ഞാനാണോ ബി മതി കോട്ട് എല്ലാം ഫുൾ കഴിഞ്ഞ രസം കോട്ട് ഇതാക്കും. എന്തിപ്പോ തീരുന്നു പറഞ്ഞില്ലേ? നമ്മുടെ പോർട്രേ ഡേറ്റ് ആണ്. നമ്മളൊരു മറ്റേ എക്സിബിഷന് കൊണ്ടുവയ്ക്കാനുള്ളതല്ലോ, വീട്ടിൽ കൊണ്ടുവയ്ക്കാനുള്ളതല്ലേ. വയ്ക്കാനും പറ്റും. പോണ ഡിസൈൻ നമ്മൾ വരച്ചോണ്ടിരിക്കണം. ഞാൻ പറയട്ടെ, എനിക്ക് 2 പൂ വരച്ചോണ്ടാ. ഇത് അവരവരുടെ ആർട്ടാണ്. എന്ത് തീരും നമ്മല്ലേ, എന്തൊക്കെ ചെയ്യും. നല്ലതാണെന്നേ. പൂ പോലും വരയ്ക്കറിയാത്ത മനുഷ്യന്മാരാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് ലാസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ബേബിയുടെ പട്ടയാന്ന് പറയും. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എനിക്ക് അറിയുന്ന ആൾക്കാരാണ്. ഒരാൾ പോലും എനിക്കറിയത്തില്ല. ഉണ്ട് ഔട്ട്സൈഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. എക്സ്റ്റേണൽ വ്യൂവേഴ്സ് ഉണ്ട് എൻ്റെ ചാനൽ. അത് എൻ്റെ തന്നെ വല്ല ഫേക്ക് കൊണ്ടായിരിക്കും. ഞാൻ അപമാനിച്ച സ്ഥിതിക്ക് ഞാൻ 100K സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ എനിക്ക് അത്ര ഫേക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. തടിയുണ്ട്. അടുത്ത വ്ളോഗിന് മുമ്പ് തടി കുറച്ചിരിക്കും. വന്നപ്പോൾ കുറച്ച് സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ തീരെ ഇഷ്ടപ്പെടും. മെരിയായിട്ട് ഒരു പക്ഷികളെ തരാൻ പറഞ്ഞതാണ്. അതിൻ്റെ ഓരോ തൂവലിൽ വെറുതെ കളറടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ വരച്ച് നശിപ്പിച്ചു. എൻ്റെ യൂഷ്വൽ സെൽഫിനെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു A+ തരാം. ആണല്ലേ? പക്ഷെ വീട് എല്ലാം പോലെ നന്നായി. ഇത് നമ്മൾ മാത്രമേ വന്നുള്ളൂ എന്ന് അയച്ചു പറഞ്ഞത്. അതങ്ങനെയാണല്ലോ. ഇവിടെ ഒരു മരിച്ചിട്ട് കുട്ടികൾ എനിക്ക് തോന്നില്ല. ഹാഫ് ഡൺ. എൻ്റെ കംപ്ലീറ്റഡ്. അത് പൂവ് വരച്ചാലാ ഇവിടെ അതേപോലത്തെ പൂവ് അതിന് മാച്ച് ആവില്ല എനിക്ക് തോന്നുന്നില്ല. അറിയൂ, ഞാൻ 2 മഞ്ഞപ്പൂ വരയ്ക്കാം അല്ലേ? വരച്ച് നശിപ്പിക്കാനൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ദേവിയുടെ പ്രത്യേകിച്ചു പൂവ് വരച്ചത് ഇങ്ങനെ പോയി. ഇത് എന്തൊരു മോശം പറയണേ. അപ്പോഴേ പറഞ്ഞതാ ഈ ചെപ്പ് ചിരട്ട ഉണ്ടാക്കാൻ വരുന്നു. അതാ പറഞ്ഞ ഇതിന്റെ ഈ അതളുകൾ വലുതാക്കി അതിന്റെ ഒപ്പം ആവില്ലേ? എന്ത് കോളാവളൂ. ഞാനൊരു കുഞ്ഞി ലവുകൾ ഇതിലിടയിൽ റെഡിലാണ്. ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. ബ്രഷുമില്ല, ഫേസിലൊന്നും ഇല്ല. 10 പൈസക്കില്ല. പക്ഷെ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്കൊരു സന്തോഷം. ഞാൻ അത്രേ ഉള്ളൂ. എനിക്ക് സന്തോഷം. അങ്ങനെ എനിക്ക് വേണ്ടിയതിന് സന്തോഷം. എനിക്ക് ഇങ്ങനെ ഹാപ്പി വരച്ച നൈസായിട്ടുണ്ട്. ഇവിടെ നല്ല ഇഷ്ടമായി. നല്ല അത്ര നന്നായിട്ടില്ല. എന്റെ നല്ല പോയിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമായിരുന്നു പറയണം. ഓക്കെ, എന്റെ പറയണ്ട. ഹലോ, അങ്ങനെ നമ്മുടെ സെഷനൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? സൂപ്പർ. സത്യം പറഞ്ഞാൽ വി ഹാഡ് സോ മച്ച് ഫൺ. നമ്മൾ കുറെ ചിരിച്ചു. കാരണം നമുക്ക് പെയിന്റ് അടിക്കാൻ അറിയാത്ത 2 പേരാണ് പെയിന്റിങ്ങിന് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പോയിട്ട് നമുക്ക് ആക്ച്വലി ഭയങ്കര ഫണ്ണായിരുന്നു. പക്ഷെ അവരൊട്ടും വെൽക്കമിങ് അല്ലായിരുന്നു. ആ ആൾക്ക് എവിടെയോ പോവാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഫുള്ള് റഷ് ചെയ്യിപ്പിക്കുമായിരുന്നു. അത് ചെയ്യാല, അല്ലെങ്കിൽ ഇതാക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് 45 മിനിറ്റ്സ് ഉണ്ടെങ്കിലും നമുക്കതൊരു 5 മിനിറ്റ് തീർന്ന പോലെ തോന്നുന്നത്. 45 മിനിറ്റ്സ് ആക്ച്വലി നമ്മൾ എടുത്തിട്ടില്ല തോന്നുന്നല്ലേ, 20 മിനിറ്റ്സ് എടുത്തു.
കാരണം അവർ റഷ് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ ഈ ഗൂഗിളിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോ കണ്ടു പോയപ്പോൾ നമ്മൾ ആക്ച്വലി വിചാരിച്ചത് ഇതൊരു കഫേ പോലത്തെ സ്പേസ് ആണ്. പക്ഷെ ഇത് ആക്ച്വലി ഒരു ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിനകത്ത് എനിക്ക് തോന്നുന്നില്ല കുറേ കസ്റ്റമേഴ്സൊക്കെ അവർക്ക് ഉണ്ട് എന്നുള്ളത്. അല്ല, നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് പറയണല്ലോ. ആക്ച്വലി ഇത് എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റ് ഒന്നും ഇല്ലായിരുന്നു, പകുതി കളേഴ്സും ഇല്ലായിരുന്നു, ബ്രഷ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇറ്റ് വാസ് ഫൺ. നമ്മളിങ്ങനെ സത്യം പറയാലോ, അവിടെ പോയപ്പോൾ ഞങ്ങൾ ഈ ചേച്ചിയുടെ ബിഹേവിയർ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെസ്ഡായി പോയി, കുറച്ച് റൂഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി വന്നിട്ട് ലാസ്റ്റ് കൂടുതൽ സ്ട്രെസ്ഡായി പോയല്ലോ എന്ന്. പക്ഷെ ഫണ്ണായിരുന്നു. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വന്ന് കളർ മാറ്റും. ഇത് നമ്മൾ എന്നിട്ട് ഈ കളർ ഉണ്ടോ ചോദിക്കുമ്പോൾ ആക്ച്വലി എനിക്കൊന്ന് സെർച്ച് ചെയ്യണം, അങ്ങനെ കുറച്ച് ഫണ്ണായിരുന്നു. ഇപ്പൊ നമുക്ക് അതെല്ലാം കിട്ടി, നമ്മളത് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ നേരെ പോകാൻ പോണത് ഏതെങ്കിലും ഒരു കഫേ പോകണം, നല്ല ഫുഡ് കഴിക്കണം. നല്ല ക്ഷീണമുണ്ട്, പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ നമ്മളിപ്പം കഫേയിലെത്തി. കേളീസ് കഫേ എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ലൊരു എസ്തെറ്റിക് ലുക്കുള്ളൊരു കഫേ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്താന്ന് അറിഞ്ഞോളാം, എവിടെ പോയാലും പരാജയം. നമ്മൾ ഓർഡർ ചെയ്ത ഹോട്ട് ചോക്ലേറ്റ് കുറച്ച് മോശമായിരുന്നു, പക്ഷെ ഇത് നല്ലതാണ്. കിറ്റ്കാറ്റിൻ്റെ ഈ ഷേക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഹോട്ട് ചോക്ലേറ്റ് ഫ്രൈസ് പോയി കാണിക്കായിരുന്നു. ഇത് കുറച്ച് ഇതിന് കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ശരിയല്ല. അയ്യോ, എനിക്ക് ഇങ്ങനത്തെ സാധനം മേടിച്ചായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ, എൻ്റെ വെളിപ്പാട് ടേസ്റ്റ്. ഞങ്ങളിപ്പോൾ ഇത് ബ്രൂക്ക് ഫീൽഡ്സ് മോളിൽ വന്നിട്ട് നൈറ്റ് കയറി. അപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു, ബൈ 1 get 1. ഞങ്ങൾ 2 ലിപ്സ്റ്റിക് കൂടി സാധനം നോക്കി. അല്ല, ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ബ്രാൻഡ് വന്നു, പേസ് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ആക്ച്വലി അതൊരു റിപ്പയറിലേക്ക് ഒരു മെഡിക്കേറ്റഡ് ബ്രാൻഡാണെന്നാണ് പറഞ്ഞത്, എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അതിലൊരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് സൈഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നൈക്കയുടെ ഓൺ ഇതിൽ ബൈ 1 get 1 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂഷ്വലി എപ്പോഴും എടുക്കുന്ന ഷെയ്ഡ് തന്നെ മഹാറാണിയും പിന്നെ വേറൊരു ഡിഫറെൻറ്റ് ഷെയ്ഡ്. ഇത് ഈ ഷെയ്ഡ് ട്രൈ ചെയ്തു, ഞാനൊരു ഷെയ്ഡ് ട്രൈ ചെയ്തു. അപ്പോൾ അത് മേടിച്ചു. നമ്മളിപ്പോൾ ക്രോക്സിൽ വന്നേക്കാം ലക്ഷ്മിക്ക് മറ്റേ ചാംസ് മേടിക്കാനായിട്ട്. അപ്പോൾ ചാംസ് നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ വേറെ ഏതൊക്കെ ചെരുപ്പ് നോക്കുന്നുണ്ട്. ഏത്? ആ കളർ വേണ്ട, അത് രസമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്? ഞാൻ നെയിൽസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, കാണുന്നില്ലാണ് ശരിക്കും. ഓക്കെ, ഞാനത് മറ്റേ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുക, കാരണം നേരത്തെ മറ്റേ കഫേയിൽ പോയി കാര്യമൊന്നും കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ നെയിൽസൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തൊക്കെ. ഞാനൊരു ഗ്രിൽ ചിക്കൻ ബിരിയാണി, പിന്നെ ലക്ഷ്മിയുടെ കൊത്തു പൊറാട്ടി, പക്ഷെ തീരൊന്നുമില്ല അല്ലേ, കൊട്ട ചില്ലി ഇഡ്ഡലിയും പറഞ്ഞത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട്